സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 31 മാർച്ച് 2023 വെള്ളിയാഴ്ച. ഒരു ആഴ്ചയുടെ അവസാനമാണ്, ഒരു മാസത്തിൻ്റെ അവസാനമാണ്. അപ്പോൾ എന്തായാലും നോക്കാം മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നൊരു ദിവസം എന്നുള്ളത്. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 17.080 നിന്നും 130 പോയിന്റ് ഗ്യാപ്പോട് കൂടി 17.210 ആരംഭിച്ചു. 17.381 ഡേ ഹൈയും 17.204 ഡേ ലോയും വന്നതുവഴി 176 പോയിന്റിന് അഥവാ 1.03% ഇൻട്രാഡേ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി. ഇന്ന് ഓപ്പണായ 17.210 നിന്ന് 150 പോയിന്റ് ലാഭത്തോടു കൂടി 17.359 മാർക്കറ്റ് അവസാനിച്ചു. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 39.910 നിന്ന് 321 പോയിന്റ് ഗ്യാപ്പോട് കൂടി 40.231 ഇന്ന് ആരംഭിച്ചത്. 40.690 ഡേ ഹൈയും 40.180 ഡേ ലോയും വന്നതുവഴി 510 പോയിന്റിന് ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്, അഥവാ 1.27% ഇൻട്രാഡേ മൂവ്മെൻറ്റ്. ഇന്ന് ഓപ്പണായ 40.231 നിന്നും 377 പോയിന്റ് ലാഭത്തോടു കൂടി 40.608 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചു. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 17.793 ഇന്നലെ അവസാനിച്ചെടുത്ത് നിന്നും 130 പോയിന്റ് ലാഭത്തോടു കൂടി അല്ലെങ്കിൽ ഗ്യാപ്പോട് കൂടി 17.924 ഇന്ന് മാർക്കറ്റ് ആരംഭിച്ചു. 17.090 ഡേ ഹൈയും 18.090 ഡേ ഹൈയും 17.903 ഡേ ലോയും വന്നതുവഴി 186 പോയിന്റിൻ്റെ അഥവാ 1.04% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. 17.924 നിന്ന് 134 പോയിന്റ് ലാഭത്തോടു കൂടി 18.058 ഇന്ന് ഫിൻ നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഓപ്പൺ ആയത് 13.63, അതേപോലെ ഹൈയും 13.63 തന്നെയാണ്. ഡേ ലോ വന്നിരിക്കുന്നത് 12.07. എന്നാൽ ഇന്ന് ആരംഭിച്ച സ്ഥലത്ത് നിന്നും 5.06% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 12.94 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കാം. ഇന്ന് ഒരു സ്റ്റോക്ക് വേദാന്ത ഒഴികെ ബാക്കിയെല്ലാം ഇന്ന് അപ്പായിട്ടുണ്ട്. ടെക് മഹീന്ദ്ര, TCS, ടാറ്റ മോട്ടോഴ്സ്, SBI കാർഡ്സ്, റിലയൻസ്, നെസ്ലെ ഇന്ത്യ, ഇൻഫി, ICICI ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബന്ധൻ ബാങ്ക് അങ്ങനെയുള്ള ഒട്ടുമിക്ക ബാങ്കുകൾ ഇന്ന് 2% കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. വേദാന്ത 2% കൂടുതൽ നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 11,402 കോടിയുടെ ബൈങ്ങും 11,044 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 358 കോടിയുടെ നെറ്റ് ബൈങ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 8,212 കോടിയുടെ നെറ്റ് ബൈങ്ങും 5,732 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,480 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഇത് ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 2,838 കോടിയുടെ നിക്ഷേപം മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് രണ്ട് കൂട്ടർ ഇന്ന് ബൈങ് ആണ് നടത്തിയിട്ടുള്ളത്, പണം നിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടാകും. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. നമുക്ക് ഈ ഒരു മാസത്തെ ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് എങ്ങനെയുണ്ടായിരുന്നു നോക്കാം. മാർച്ച് 2023 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 1,75,539 കോടിയുടെ ബൈങ്ങും 1,73,541 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,998 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവരുടെ സൈഡിൽ നിന്നുണ്ടായത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1,39,075 കോടിയുടെ ബൈങ്ങും 1,08,526 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 30,549 കോടി രൂപ മാർക്കറ്റിലേക്ക് ഒരു ബൈങ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 32,547 കോടി രൂപ ഈ മാർച്ച് മാസത്തിൽ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ കഴിഞ്ഞ ആഴ്ച വരെ പ്രത്യേകിച്ച് ഒരു ചലനവും ഇല്ലാതിരുന്ന മാർക്കറ്റ് ഇന്നലെയും ഇന്നുമായിട്ട് ചെറിയൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കാണിച്ചു എന്നതൊഴിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 32,000 കോടിയുടെ പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയും നമ്മുടെ മാർക്കറ്റിൽ കണ്ടിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. ഇനി ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 7,682 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 7.68%, 1 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് 7,682 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമല്ല, വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 5,21,344 രൂപയുടെ പ്രോഫിറ്റാണ് ഞങ്ങൾ ഈ ഒരു മാസത്തിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. 3 ഇൻഡെക്സുകളിലാണ് ഞങ്ങൾ ട്രേഡ് ചെയ്യുന്നത്: നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി. ഇതിനകത്ത് നമ്പർ ഓഫ് ട്രേഡ്സ് നോർമലി ഞങ്ങൾ ലിമിറ്റ് ചെയ്യാറില്ല, കാരണം പ്രോഫിറ്റിൽ അവസാനിക്കുക എന്നുള്ളതാണ്. എങ്കിൽ കൂടി പല ദിവസങ്ങളിലും ഞങ്ങൾ ലോസിൽ അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം.
എന്തായാലും ഇപ്പോൾ 5,21,344 രൂപ, 1,00,000 രൂപ വെച്ച് ഇത്രയും കാശ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പോസിബിളാണ്. ഇനി ഞങ്ങളുടെ ഓരോ യൂസേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഓരോ പ്രോഫിറ്റ് റേഷ്യോയും ഇതും തമ്മിൽ വ്യത്യാസമുണ്ടാകും. ചിലർ എന്താ പറയുക ലോസിൽ ഈ മാസം അവസാനിച്ചിട്ടുണ്ടാകും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല പോളിസിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ചില ആൾക്കാർ ഒരു ഇൻഡെക്സിൽ ഒരു ദിവസം മാക്സിമം 3 ട്രേഡ് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവർക്ക് 3 ട്രേഡിൽ സ്റ്റോപ്പ് അടിച്ചു കഴിഞ്ഞാൽ അവരന്ന് നെക്സ്റ്റ് അറ്റംപ്റ്റിന് ഉണ്ടാവില്ല, അവർ ഒഴിവാക്കി പോകും. ചിലപ്പോൾ അതിനുശേഷം നല്ല ബ്രേക്ക് ഔട്ട് വന്നിട്ട് അതിൻ്റെ 4 ഇരട്ടി പ്രോഫിറ്റ് അന്ന് കൊടുത്തിട്ടുണ്ടാകും, അവരത് ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ചില ആൾക്കാർ 3 ഇൻഡെക്സിൽ ഒറ്റ ട്രേഡ് മാത്രമേ ചെയ്യൂ. 3 നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്നുള്ള 3 ഇൻഡെക്സുകളിലും ഒറ്റ ട്രേഡ് ചെയ്ത് അതിൽ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ഒഴിവാക്കി. അപ്പോൾ അതിൽ സ്റ്റോപ്പ് അടിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് പിന്നെ അന്ന് ദിവസം അവർ വേറെ ട്രേഡ് എടുക്കില്ല. ചിലപ്പോൾ അന്നേ ദിവസം അതിനേക്കാൾ മനോഹരമായ ട്രേഡ് വന്നിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് പറഞ്ഞാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ഈവൻ ഞാനാണെങ്കിൽ പോലും എനിക്ക് 6% ലോസ് അല്ലെങ്കിൽ 10% പ്രോഫിറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അതിൻ്റെ മുകളിൽ എത്ര പ്രോഫിറ്റ് വന്നാലും ഞാൻ അതിന് വേണ്ടിയിട്ട് അധികം എഫേർട്ട് എടുക്കാറില്ല. 10% കണ്ട് കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് ട്രേഡ് അവസാനിപ്പിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം 10% ഒക്കെ പ്രോഫിറ്റ് കിട്ടാൻ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ മിക്ക ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പ്രോഫിറ്റ് ഒരു സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർ ട്രേഡ് അവസാനിപ്പിക്കും. ചിലപ്പോൾ അതിനുശേഷം 100% പ്രോഫിറ്റിലേക്ക് 200 പോയിട്ടുണ്ടാകും, അവരത് ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ കാണുന്ന ഈ ഡാറ്റയിൽ മാക്സിമം കിട്ടിയ പ്രോഫിറ്റ് മാക്സിമം എടുത്തിട്ടുള്ള ട്രേഡുകളായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു സിംഗിൾ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നവരുടെ പ്രോഫിറ്റും ഇത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. കാരണം ഇതിൽ വരുമ്പോൾ ഇത് ആവറേജ് 3 ഇൻഡെക്സിൻ്റെ ചിലതിൽ സ്റ്റോപ്പ് അടിച്ചതിൽ മറ്റൊന്നിൽ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അത് ആവറേജ് ചെയ്ത് പോകുമല്ലോ, സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ കുറവായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നമുക്ക് ഈ 5,21,000 എന്നത് മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ 10 കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 52,000 രൂപ, ഒരു മാസം 1,00,000 രൂപ വെച്ച് ട്രേഡ് ചെയ്തിട്ട് 52,000 രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ഒരു വർഷത്തേക്ക് 20% എബോവ് ബുക്ക് ചെയ്യാൻ, പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്ന ഒരു സൂപ്പർ ട്രേഡേഴ്സ് ആണെന്നാണ് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സോ ഇവിടെ നമ്മളൊരു മാസത്തിൽ 52% ബുക്ക് ചെയ്തു. ഇത് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, 52% നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു വർഷത്തേക്ക് നമുക്ക് 600% വരും. അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കഴിഞ്ഞ മാസം കുഴപ്പമില്ലാത്തൊരിതുണ്ടായിരുന്നു. നമ്മൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് കഴിഞ്ഞ മാസത്തെ പ്രോഫിറ്റ് നമുക്ക് 132 ആണ് കാണിക്കുന്നത്. പക്ഷേ അവിടെ 400 എബോവ് ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം. എന്തായാലും ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും കാര്യം നമ്മൾ ഓരോ ഗൂഗിൾ മീറ്റിലും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. പേഴ്സണലി ഫോളോ അപ്പ് ചെയ്യേണ്ട ആൾക്കാർ, അത് ഫ്രഷ് ആയിട്ടുള്ള ട്രേഡേഴ്സിനൊക്കെ പേഴ്സണലി വിളിച്ച് അവരോട് ഓരോ ദിവസത്തെയും പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും സ്ക്രീൻഷോട്ട് ആവശ്യപ്പെട്ടിട്ട് അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന ഒരു ഉത്തരവാദിത്വം കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതുവരെയും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഹാപ്പി ആയിട്ട് പ്രോഫിറ്റിൽ തന്നെയാണ് പോകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. മന്ത് എൻഡ് ആകുമ്പോൾ ചില ആൾക്കാർ ലോസിലുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയയിൽ വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു 3 ഇൻഡെക്സിൽ ഒറ്റ ട്രേഡ് എടുക്കുന്ന ഒരാൾ ഫസ്റ്റ് ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ അന്ന് ട്രേഡ് ഇല്ല. പക്ഷേ അന്ന് ചിലപ്പോൾ 200% ഒക്കെ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ അല്ലെങ്കിൽ 10% മാത്രം പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അന്ന് ചിലപ്പോൾ 200% പ്രോഫിറ്റ് അല്ലെങ്കിൽ 100% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കത് കിട്ടിയിട്ടുണ്ടാവില്ല. അവരുടെ പ്രോഫിറ്റിൻ്റെ ഇത് കുറവായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് തന്നെയാണ് നമ്മൾ ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ ഈ മാസം ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ റേഞ്ചിൻ്റെ പുറത്താണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇന്ന് ഹൈ വരും എന്ന് കരുതിയിരുന്ന സ്ഥലത്താണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. അവിടുന്ന് R3 കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി R3യിലേക്ക് തിരിച്ച് വന്നൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു, പിന്നെ നേരെ കയറി പോവാണ് ചെയ്തത്. ഈ ട്രേഡ് കുറേ പേര് എടുത്തിട്ടുണ്ട്, കുറേ പേര് ചെറിയ പ്രോഫിറ്റിൽ, അതായത് ആദ്യത്തെ ഈ ഹൈ വന്നിട്ട് തിരിച്ച് എൻട്രി പോയിന്റിലേക്ക് വന്നപ്പം ട്രേഡ് ഒഴിവാക്കിയിട്ടുണ്ട് കുറേ പേര്. കാരണം ഇതൊരു എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ധാരണയില്ലാത്ത ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ നോ ട്രേഡ് സോൺ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെ ഇടയിൽ നിന്നും മാർക്കറ്റ് ഒരുപാട് ദൂരെയാണ് ട്രേഡിംഗ് നടക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇതിനെ വന്ന് ടച്ച് ചെയ്യാനുള്ള ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അത് വന്ന് ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നാളെ മിക്കവാറും ബ്രേക്ക് ഡൗൺ ലെവൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും വരിക. ചിലപ്പോൾ മാർക്കറ്റ് നാളെ ഇവിടെയാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ ഒരു മൊമെൻറ്റിൽ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ആ നോ ട്രേഡ് സോണിനെ ഒന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. സോ അത് നമ്മൾ കരുതിയിരിക്കണം. ഇങ്ങനെ ഒരു പ്രശ്നം ഇതിലുള്ളത് കൊണ്ടാണ് മിക്ക ആൾക്കാരും ഇന്ന് ഇങ്ങനെ ഒരു ഹൈ ലെവലിലേക്ക് മാർക്കറ്റ് കയറി വന്നപ്പോൾ ട്രേഡ് എടുക്കാതെ മാറി നിന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അതേ അവസ്ഥയാണ്. ബാങ്ക് നിഫ്റ്റി ലെവൽസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് ഹൈ ആവും എന്ന് പ്രതീക്ഷിച്ചെടുത്ത് ഓപ്പണായി R3യിൽ കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി, അത്രയല്ല. ഇനി നാളെ എന്താകും എന്ന് നോക്കുകയാണെങ്കിൽ
ഇപ്പോൾ മാർക്കറ്റ് ഇന്ന് ടച്ച് ചെയ്തിരിക്കുന്ന 17,384 എന്ന ആ ഒരു ലെവലിനെയാണ് ഇന്ന് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു റെസിസ്റ്റൻസ് പോയിന്റ്, നമ്മൾ കുറേ കഴിഞ്ഞ 3 മാസമായിട്ട് ഫോളോ ചെയ്യുന്ന റെസിസ്റ്റൻസ് ലെവൽസാണ് ഇതെല്ലാം അല്ലേ. അപ്പോൾ ഇന്ന് 384 അത് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ബാക്കോട്ട് ഇറങ്ങി, അവിടെ ഒന്ന് ടച്ച് ചെയ്തു തിരിച്ചിറങ്ങി വന്നു. ചിലപ്പോൾ 1 പോയിൻറ്റിൻ്റെ 2 പോയിൻറ്റിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നാളെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഒന്നുകിൽ ഇത് ചാടിക്കടന്ന് മുകളിലോട്ട് വരികയാണെങ്കിൽ അത് സൂപ്പറായിരിക്കും അവസ്ഥ. 17,800 മുകളിൽ എത്തുന്നത് വരെയും മാർക്കറ്റ് റിക്കവറി ആകുന്നുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതുവരെയും കാണിച്ചിരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ഇത് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ലോ, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ലോവർ ലോ വന്നു, ഇപ്പോൾ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇനി മിക്കവാറും ഇതൊരു ലോവർ ലോ വന്നിട്ട് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റിക്കവറി ഈ സമയത്ത് പറയാൻ പറ്റില്ല. മാർക്കറ്റ് റിക്കവറി എന്ന് പറയുന്നത് 17,800 മുകളിൽ ഒരു ക്യാൻഡിൽ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെ മാർക്കറ്റ് റിക്കവറി ആവുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കാണാൻ സാധിക്കും. അതുപോലെ ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ അത്യാവശ്യം ഒരു സ്റ്റേബിൾ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ 41,500 എന്ന ലെവലിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഫിൻ നിഫ്റ്റി നമ്മൾ ഒരുപാട് അനലൈസ് ചെയ്യുന്നതിൽ വലിയൊരു സംഭവമൊന്നുമില്ല. നിഫ്റ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ട് പോകേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് ഈ മാസത്തിലെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. ഈ ഒരു മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസങ്ങളിലും മാർക്കറ്റ് താഴോട്ടാണ്. ജനുവരി അല്ല, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാക്സിമൈസ് ചെയ്യാം. ഓക്കെ, നവംബറിലാണ് നമുക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ഒരു ഓൾ ടൈം ഹൈ ഒക്കെ കാണിച്ചു തന്നത്. ഡിസംബറിൽ ഓൾ ടൈം ഹൈ കാണിച്ചു തന്നു, തിരിച്ച് അതേപോലെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഇതെല്ലാം തന്നെ താഴോട്ടിറങ്ങി. മാർച്ച് മാസം നോക്കുകയാണെങ്കിൽ വലിയൊരു കുരിശ് വരച്ചിട്ടിട്ടാണ് ആൾ ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഒരുപാട് മെസ്സേജ് ഇത് നമുക്ക് തരുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ പ്രീവിയസ് ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബോട്ടം സൈഡിൽ എവിടെയെങ്കിലും ഒരു ഡോജി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ മാർക്കറ്റ് റിക്കവറി ആകും എന്ന് പറയാറാണ് പതിവ്. സോ നമുക്ക് പ്രതീക്ഷിക്കാം ഏപ്രിൽ മാസത്തിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ പൊങ്ങി വരും, ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, മാർക്കറ്റ് റിക്കവർ ആവട്ടെ, ഇൻവെസ്റ്റേഴ്സൊക്കെ സേഫ് ആവട്ടെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഡോജിയാണ് വന്നിരിക്കുന്നത്. ഇത് മോസ്റ്റ് പ്രോബബ്ലി ഒരു റിവേഴ്സലിനുള്ളൊരു സിഗ്നലായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. പക്ഷേ ഈ വൊളാറ്റിലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ഈ ക്യാൻഡിലിൻ്റെ വിക്ക് പോയതുണ്ടോ? നമ്മുടെ ലോവർ ലെവൽ സപ്പോർട്ട് പറഞ്ഞത് എത്രയാണ്? 16,840 അതിൻ്റെ ഹയർ ലെവൽ സപ്പോർട്ട് 17,718. അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ ബോഡിയിൽ ആക്ച്വൽ അവിടെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഒന്നും കിട്ടിയിട്ടില്ല. മീൻസ് അതിന് ബോഡി ഒന്നും തന്നെ ഇല്ല. എവിടെ ഓപ്പൺ ആയോ അവിടെ തന്നെ ക്ലോസ് ആയി, അത്ര തന്നെ ഉള്ളൂ. മറ്റൊന്നും തന്നെ അതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടുന്ന് ഇനി വരാൻ പോകുന്നത് മാർക്കറ്റ് റിക്കവറി ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ സംഭവിക്കട്ടെ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും നോക്കുകയാണെങ്കിലും ഇതേപോലെ ഒരു അവസ്ഥ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും വന്നിരിക്കുന്നത്. ഒരു ഡോജി തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു സിമ്പിൾ ഒരു ചെറിയ ബോഡിയുള്ള ഒരു വലിയ ക്യാൻഡിൽ. അപ്പോൾ എന്തായാലും ബാങ്ക് നിഫ്റ്റിയൊക്കെ മന്ത്ലി ആവറേജ് 2,500 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് കിട്ടേണ്ടതാണ്. ഇവിടെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. മന്തിൻ്റെ ആ ഒരു മാസത്തേക്ക് മൂവ്മെൻറ്റ് അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ബോഡിയിൽ അതൊന്നും തന്നെ ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഡോജി ഇത് താഴോട്ട് ഇറങ്ങി വന്നവർ എന്നെ തിരിച്ച് കയറി പോകാനുള്ള ഒരു സൂചനയായിട്ട് നമുക്കിതിനെ കണക്കൂട്ടാം. ഇനി ഇവിടെ നിന്ന് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മാർക്കറ്റിൽ അതിനനുസരിച്ചുള്ള ന്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ കൂടി മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സിഗ്നൽ, ടെക്നിക്കലി അങ്ങനെ ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇനി നമുക്ക് ഫിൻ നിഫ്റ്റിയിൽ ആ രീതിയിൽ അനലൈസ് ചെയ്യുന്നതിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. നിഫ്റ്റിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള പരിപാടി. പിന്നെ സെറോദയിൽ കാണുന്ന ഡോജി എക്സാക്ട്ലി വാല്യൂസ് വ്യത്യാസം ഉണ്ടാവും. സെറോദ എപ്പോഴും ചാർട്ട് എന്താ പറയുക ഒരു ഡിലേ ആയിട്ടാണ് അപ്ഡേറ്റ് ആവുക. അതുകൊണ്ട് തന്നെ അതിനകത്ത് ചിലപ്പോൾ ഈ ഡോജി എന്നുള്ളത് എക്സാക്ട്ലി ഒരു സിംഗിൾ പോയിന്റിൽ ഓപ്പൺ ആയി ക്ലോസ് ആയതൊന്നും ആയിരിക്കില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഇതിൻ്റെ കളർ ഗ്രീനോ റെഡോ എന്നുള്ളതും കൺഫേം പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും നമുക്ക് പുതിയൊരു മാസമാണ് വരുന്നത്. ഇനി നാളെ ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച 3-ാം തീയതിയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുക. നമുക്ക് അന്നേ ദിവസം വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.